ഗജവീര പ്രേമികളുടെ മനസ്സിൽ ആവേശമുയർത്താനായി കേരളത്തിലെ തൃശൂർ നഗരത്തിലെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പരിസരം ആനയൂട്ട് ഉത്സവത്തിനു വേണ്ടി ഇതാ തയ്യാറെടുക്കുകയായി. കർക്കിടക മാസത്തിലെ ആദ്യ ദിവസമാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ആനകളെ ആരാധിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി നിരവധി ആളുകൾക്കിടയിൽ അലങ്കാരമില്ലാത്ത നിരവധി ആനകൾ സ്ഥാനം പിടിക്കുന്ന അപൂർവ കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിക്കും. ആനകൾക്ക് ഭക്ഷണം നൽകാനായുള്ള ക്ഷേത്രത്തിലെ വൻ ജനത്തിരക്ക് അതിനുദാഹരണമാണ്. എല്ലാ വർഷവും ആനയൂട്ട് ഗജപൂജ നടത്താറുണ്ട്. ആനകൾക്ക് പൂജകളും സ്വാദിഷ്ടമായ തീറ്റയും അർപ്പിക്കുന്നത് ഗണപതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മംഗളമൂർത്തിയായ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചും തുമ്പിക്കരം കൊണ്ട് വിഘ്നങ്ങൾ തീർക്കുവാൻ മഹാഗണപതിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചും വിഘ്നേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായി ഇതാ വീണ്ടും വരവായി ശ്രീ വടക്കുംനാഥൻ ആനയൂട്ട്. കേരളത്തനിമയുടെ കേളികൊട്ടായ വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് വേദിയാകുന്ന തേക്കിൻകാട്ടിൽ സമസ്ത ലോകത്തിനും അധിപതിയായി വാഴുന്ന ശ്രീ വടക്കുംനാഥന്റെ മതിലകം അതിനായി ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും വടക്കുംനാഥ ക്ഷേത്രോപദേശ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഇത്തവണയും ലോകത്തിലെ ഏറ്റവും വലിയ ആനയൂട്ട് തന്നെയായിരിക്കും അവിടെ അരങ്ങേറുക. 12,008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ സമേത മഹാഗണപതി ഹോമവും കണ്ടും കേട്ടും പരിചയമുള്ള ഗജരാജാക്കന്മാർക്കും ഗജറാണിമാർക്കും കുംഭ നിറച്ചൊരുങ്ങുന്ന ആനയൂട്ടും പ്രത്യേക ഔഷധക്കൂട്ടും ഒരു വിസ്മയ കാഴ്ച തന്നെയായിരിക്കും. അതെ, ലോകത്തിലെ തന്നെ ഏകമായി ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ശ്രീ വടക്കുംനാഥൻ ആനയൂട്ടിന്റെ ദൃശ്യവിസ്മയം ജൂലൈ 16 കർക്കിടകം 1 ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് നേരം കുറിക്കുമ്പോൾ ആരംഭിക്കും. ആനയൂട്ടിനോടൊപ്പം ഭക്തജനങ്ങൾക്കായി അന്നദാനം എന്ന മഹാദാനവും അവിടെ നടത്തപ്പെടും. അവിടേക്ക് വന്നെത്തുന്ന പ്രിയ ഭക്ത മനസ്സുകളെ സർവവിഘ്ന നിവാരണത്തിനും ഗജഗണങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഭക്തജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് ശ്രീ വടക്കുംനാഥനെ കണ്ടുവണങ്ങി സായുജ്യമടയാൻ ഓരോ ഭക്ത മനസ്സിനും വടക്കുംനാഥന്റെ മണ്ണിലേക്ക് ഹൃദ്യമായ സ്വാഗതം. You are watching V24 Media, നാടിന്റെ നേർക്കാഴ്ച.